കണ്ണൂർ രാഷ്ട്രീയം എന്നും നെഞ്ചിലേറ്റിയ പാർട്ടി അച്ചടക്കത്തിന്റെയും രക്തസാക്ഷിത്വത്തിന്റെയും കഥകൾക്ക് മീതെ വലിയൊരു ചോദ്യചിഹ്നമായി പയ്യന്നൂരിലെ CPM ഫണ്ട് തട്ടിപ്പ് വിവാദം കത്തിപ്പടരുകയാണ്. പയ്യന്നൂരിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കലിപ്പും അമർഷവും ഇനിയും അടങ്ങിയിട്ടില്ല TI മധുസൂദനന്. സ്വന്തം നേതാക്കൾ തന്നെ പാർട്ടിയിലെ ഗുരുതരമായ സാമ്പത്തിക തിരിമറികൾക്കെതിരെ വിരൽ ചൂണ്ടിയപ്പോൾ അത് CPMന്റെ പ്രതിച്ഛായയും ജനവിശ്വാസത്തെയും ഒരുപോലെ ചോദ്യം ചെയ്തു. പയ്യന്നൂരിലെ പ്രമുഖ നേതാവ് V കുഞ്ഞികൃഷ്ണൻ പാർട്ടി ഫണ്ടുകളിൽ നടന്ന അഴിമതി തുറന്നു പറഞ്ഞതോടെയാണ് പാർട്ടിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറികൾക്ക് തുടക്കമായത്. രക്തസാക്ഷി ഫണ്ട് ഉൾപ്പെടെയുള്ള സമാഹരണങ്ങളിൽ ക്രമക്കേട് നടന്നുവെന്ന ആരോപണം പുറത്തു വന്നത് ജനങ്ങൾക്കിടയിലും അണികൾക്കിടയിലും വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. രക്തസാക്ഷി ഫണ്ട്, തിരഞ്ഞെടുപ്പ് ഫണ്ട്, പാർട്ടി ഓഫീസ് നിർമ്മാണ ഫണ്ട് എന്നിവയിൽ വ്യാപകമായി അഴിമതിയും സാമ്പത്തിക തിരിമറികളും നടന്നിട്ടുണ്ടെന്നാണ് V കുഞ്ഞികൃഷ്ണൻ പ്രധാനമായും ആരോപിച്ചത്. ഔദ്യോഗികമായി അച്ചടിച്ച രസീതുകൾക്ക് പുറമെ വ്യാജ രസീതുകൾ അച്ചടിച്ച് വലിയ തുകകൾ പിരിച്ചെടുത്തുവെന്നും ഇതിന്റെ കൃത്യമായ കണക്കുകൾ പാർട്ടിക്ക് മുന്നിൽ ഹാജരാക്കിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഈ ഗുരുതര ആരോപണങ്ങളെ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് TI മധുസൂദനൻ V കുഞ്ഞികൃഷ്ണന് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. തനിക്കെതിരെയും പാർട്ടിക്കെതിരെയും ഉന്നയിച്ച സാമ്പത്തിക ആരോപണങ്ങൾക്ക് കൃത്യമായ തെളിവുകൾ ഹാജരാക്കണമെന്നും അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറഞ്ഞ് സമൂഹ മാധ്യമത്തിൽ മാനഹാനി വരുത്തിയതിന് 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നുമാണ് നോട്ടീസിലെ പ്രധാന ആവശ്യം. അതിനു പുറമെ കൊല്ലപ്പെട്ട CPM പ്രവർത്തകൻ ധനരാജിന്റെ രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട് ഉയർന്ന തിരിമറി ആരോപണങ്ങളിൽ വക്കീൽ നോട്ടീസിലൂടെ മധുസൂദനൻ മറുപടി നൽകുന്നുണ്ട്. ഈ ഫണ്ടിന്റെ ഭാഗമായി എത്ര തുക സമാഹരിച്ചു എന്നുള്ള കണക്കുകൾ വക്കീൽ നോട്ടീസിലൂടെ അദ്ദേഹം വെളിപ്പെടുത്തി. അതോടൊപ്പം V കുഞ്ഞികൃഷ്ണൻ എഴുതിയ നേതൃത്വത്തെ അണികൾ തിരുത്തുമ്പോൾ എന്ന പുസ്തകം പാർട്ടിക്ക് വലിയ രീതിയിലുള്ള പ്രതിച്ഛായ നാശവും ജനങ്ങൾക്കിടയിൽ അപമാനവും ഉണ്ടാക്കിയെന്നും അതിനാൽ ആ പുസ്തകം വിപണിയിൽ നിന്ന് പിൻവലിച്ച് പരസ്യമായി മാപ്പ് പറയണമെന്നും നോട്ടീസിൽ കർശനമായി ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ നിയമ നടപടികളുടെയോ ഭീഷണികളുടെയോ മുന്നിൽ വഴങ്ങാൻ കുഞ്ഞികൃഷ്ണൻ തയ്യാറായിട്ടില്ല. താൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ പൂർണ്ണമായും ഉറച്ചു നിൽക്കുന്നുവെന്നും ഒരു വാക്കുപോലും തിരുത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും അദ്ദേഹം ഉറച്ച നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം V കുഞ്ഞികൃഷ്ണന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് TI മധുസൂദനൻ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഇപ്പോഴിതാ കുഞ്ഞികൃഷ്ണനെതിരെ വക്കീൽ നോട്ടീസും അയച്ചിരിക്കുകയാണ്. എന്തായാലും ഒരു തുറന്ന യുദ്ധത്തിന് തന്നെയാണ് TI മധുസൂദനൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. പക്ഷേ മുട്ടുമടക്കില്ലെന്ന് ഉറപ്പിച്ചു പറയുകയാണ് V കുഞ്ഞികൃഷ്ണൻ.